ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പൊ നിങ്ങൾ ഇന്ന് രണ്ടുപേരെ ആലോചിക്കുക. ഒരേ പ്രായം, ഒരേ ജോലി, അതുപോലെ തന്നെ ഒരേ സാലറി. ഇപ്പൊ രണ്ടുപേരും ഒന്നിച്ച് ഒരേ സമയത്ത് തന്നെയാണ് ഇവിടെ കരിയർ തുടങ്ങുന്നത്. അപ്പൊ ഇവര് വീക്കെൻഡ് പ്ലാൻസ് സെയിം ആണ്, EMI സെയിം ആണ്, അതുപോലെ രണ്ടുപേരുടെ സ്വപ്നം ഒക്കെ സെയിം ആണ്. ആകെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഒരാൾ പറഞ്ഞു റിട്ടയർമെന്റ് ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാന്ന്. പക്ഷെ അടുത്ത ആള് റിട്ടയർമെന്റ് പ്ലാൻ ചെയ്തായിരുന്നു. 30 വർഷത്തിന് ശേഷം റിട്ടയർ ചെയ്യണമെന്ന് അതേ ഇവിടെ പ്ലാൻ ചെയ്തു. ഒരാൾ എന്താണ് ഇവിടെ സ്വന്തം ഇഷ്ടപ്രകാരം റിട്ടയർ ആയി, വേറെ ആള് നമ്മൾ നോക്കുവാണെങ്കിൽ ജോലി നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ നമ്മൾ മിക്കപ്പോഴും നമ്മുടെ ഫൈനാൻഷ്യൽ ലൈഫിൽ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയുന്ന ഒന്നാണിത്. എന്താണ്? റിട്ടയർമെന്റ് പ്ലാന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും എന്താണ് റിട്ടയർമെന്റ് സൊല്യൂഷൻ ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട്സ് എന്നുള്ളത്. അപ്പോൾ നോർമൽ ഫണ്ട്സിന് എന്താണ് ഈ ഒരു ഫണ്ട് ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫണ്ട് ആപ്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ 2 5 സ്റ്റാർ റേറ്റഡ് പ്യുവർ ഇക്വിറ്റി റിട്ടയർമെന്റ് ഫണ്ട്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ട് ടാക്സേഷനെ പറ്റിയിട്ടും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ സൊല്യൂഷൻ ഓറിയന്റഡ് സ്കീംസ് എന്ന് പറഞ്ഞാൽ സെബിയുടെ ഒരു സ്പെസിഫിക് കാറ്റഗറിയാണ്. ഒരു സ്പെസിഫിക് ഗോളിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനെന്ന് ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഡിസിപ്ലിൻ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്ന കാറ്റഗറിയാണിത്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ മെയിൻലി 2 ടൈപ്പ് ഫണ്ട്സ് ആണുള്ളത്. ആദ്യത്തെ റിട്ടയർമെന്റ് ഫണ്ട്സ്. അപ്പോൾ ഇവിടുത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞത് റിട്ടയർമെന്റ് ആയിട്ട് ഒരു കോർപ്പസ് ഉണ്ടാക്കി എടുക്കുക എന്നാണ്, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ശേഷം ആ ഒരു കോർപ്പസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ലക്ഷ്യം. ഇനി രണ്ടാമത്തെ വരുന്നത് ചിൽഡ്രൻസ് ഫണ്ട് ആണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മാരേജിനായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. ഇപ്പൊ റിട്ടയർമെന്റ് ഫണ്ട് സ്ട്രക്ചർ എന്ന് പറഞ്ഞത് ഇൻവെസ്റ്റേഴ്സിനെ ഡിസിപ്ലിൻ ഫോഴ്സ് ചെയ്യുക എന്നതാണ്. അപ്പം ഇവിടെ റിട്ടയർമെന്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ പേരിൽ മാത്രമല്ല ഇവിടെ മാറ്റം വരുന്നത്. സാധാരണ ഫണ്ടിൽ നിന്ന് ഇവരുടെ DNA കുറച്ച് ഡിഫറെന്റ് ആണ്. ഇപ്പൊ റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഫണ്ട് ലോക്കിംഗ് പീരീഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് ലോക്കിംഗ് പീരീഡ് കഴിയാതെ അവരുടെ പണം ഇവിടെ വിഡ്രോ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ സെബിയുടെ റെഗുലേഷൻ പ്രകാരം റിട്ടയർമെന്റ് ഫണ്ട് ഓപ്പൺ എൻഡഡ് സൊല്യൂഷൻ ഓറിയന്റഡ് സ്കീമാണ്. അപ്പൊ ഇവരുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റിട്ടയർമെന്റ് കോർപ്പസ് ഉണ്ടാക്കി എടുക്കുക എന്നാണ്. പക്ഷേ ഇവർക്ക് മെയിൻ ഒരു ഫീച്ചർ ഉണ്ട്, അതാണ് ലോക്കിംഗ് പീരീഡ്. ഇപ്പൊ റിട്ടയർമെന്റ് ഫണ്ടിൽ മിനിമം ലോക്കിംഗ് പീരീഡ് 5 വർഷമാണ്, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഏജ് വരെ, അതായത് 60 വയസ്സ് വരെ. ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അതനുസരിച്ചിട്ട്. ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞുതരാം. നിങ്ങളിപ്പം 2025 ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ 2030 മുമ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ പണം വിഡ്രോ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ ഇൻവെസ്റ്റർ ഒരു 58 വയസ്സാണെങ്കിൽ ലോക്കിംഗ് പീരീഡ് 2 വർഷം മാത്രമായിരിക്കും. കാരണം റിട്ടയർമെന്റ് ഏജ് അല്ല ഇവിടെ ആദ്യം വരുന്നത്. ഇപ്പം പല ഇൻവെസ്റ്റേഴ്സും ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും, പണം എന്റെ അല്ലേ, അപ്പം ഞാൻ വിചാരിക്കും എനിക്കത് വിഡ്രോ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കണ്ടേ, അപ്പൊ ഈ ലോക്കിംഗ് പീരീഡ് ഒക്കെ എന്തിനാ എവിടെ എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. അപ്പം ഇതിനുള്ള ഉത്തരം കിടക്കുന്നത് ബിഹേവിയറൽ ഫൈനാൻസിലാണ്. അപ്പൊ ഇവിടെ ഡേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, പല ഇൻവെസ്റ്റേഴ്സും വോളറ്റൈൽ മാർക്കറ്റിൽ ടെൻഷൻ അടിച്ചിട്ട് വിൽക്കാറുണ്ട്. അതുപോലെ തന്നെ അത്യാഗ്രഹം കാരണം മാർക്കറ്റ് ടോപ്പ് ആകുമ്പോൾ അവർ വാങ്ങി കൂട്ടാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ മാത്രം ഇവിടെ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഡെയിലി എക്സ്പെൻസിനായിട്ട് ഉപയോഗിക്കാനുള്ള ചാൻസ് ഒരു വളരെ കുറവാണ്. കാരണം നമുക്കിവിടെ ലോങ് ടേം ഗോൾ ഉണ്ട്, അതിലേക്കാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പൊ ലോക്കിംഗ് പീരീഡ് ഉള്ളതുകൊണ്ട് തന്നെ ഫണ്ട് മാനേജേഴ്സിന് സ്റ്റെബിലിറ്റി ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇപ്പം ഇൻവെസ്റ്റേഴ്സ് അടുത്ത 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പണം ആവശ്യപ്പെടുന്നില്ല എന്ന് ഫണ്ട് മാനേജേഴ്സിന് അറിയുമ്പോൾ അവർക്ക് ആ ഒരു പണം ഇപ്പോൾ പെർഫോമൻസ് ഇല്ലെങ്കിലും പക്ഷെ ലോങ് ടേമിലേക്ക് ഒരു മൾട്ടി ബാഗർ ആവാൻ സാധ്യതയുള്ള സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ഒരു പേഷ്യന്റ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇത് വെൽത്ത് ക്രിയേഷന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഓരോ ഇൻവെസ്റ്റേഴ്സിന്റെയും റിസ്ക് അപ്പറ്റേറ്റ് നോക്കുവാണെങ്കിൽ ഒരു ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഒരു 25 വയസ്സുള്ള ഇൻവെസ്റ്ററിന് എന്താണ് കൂടുതൽ റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കും. കാരണം അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? വെൽത്ത് ക്രിയേഷൻ ആണ്. എന്നാൽ ഇപ്പോൾ ഒരു 55 വയസ്സുള്ള ഇൻവെസ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്താണ്? കൺസർവേറ്റീവ് ആയിരിക്കും. അപ്പൊ അവരുടെ ഫോക്കസ് മോഡറേറ്റ് ഗ്രോത്ത് മാത്രമല്ല ഡൗൺ സൈഡ് റിസ്ക് കുറയ്ക്കുക എന്നുള്ള കൂടിയും അവരുടെ ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് റിട്ടയർമെന്റ് കാറ്റഗറിയിൽ മ്യൂച്വൽ ഫണ്ട് ഹൗസ് പൊതുവെ 3-4 ടൈപ്പ് പ്ലാൻസ് ഇവിടെ ഓഫർ ചെയ്യുന്നത്. അപ്പൊ ആദ്യം വരുന്നത് പ്യുവർ ഇക്വിറ്റി പ്ലാൻ ആണ്. അപ്പൊ ഇവിടെ ഒരു 80 മുതൽ 100% അലോക്കേഷൻ ഇക്വിറ്റിയിലാണ്, അതായത് സ്റ്റോക്സിലേക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ റിസ്ക് ഇവിടെ നല്ലപോലെ കൂടുതലായിരിക്കും. അപ്പൊ ഇത് യങ് ഇൻവെസ്റ്റേഴ്സിന് സ്യൂട്ടബിൾ ആണ്. ഇനി അടുത്ത ഹൈബ്രിഡ് അഗ്രസീവ് പ്ലാൻ ആണ്. അപ്പൊ ഇവിടെ ഒരു 65 മുതൽ 80% അലോക്കേഷൻ ഇക്വിറ്റിയിലേക്കായിരിക്കും. അതുപോലെ 20 മുതൽ 35% ഡെറ്റിലേക്കും. അപ്പൊ ഇവിടെ പ്യുവർ ഇക്വിറ്റിനേക്കാളും റിസ്ക് ചെറുതായിട്ട് കുറവായിരിക്കും. അപ്പൊ ഇത് മിഡിൽ ഏജ് ഇൻവെസ്റ്റേഴ്സിന് നല്ലതായിരിക്കും. ഇനി അടുത്ത് ഹൈബ്രിഡ് കൺസർവേറ്റീവ് പ്ലാൻ ആണ്. ഇപ്പൊ ഇവിടെ ഒരു 10 മുതൽ 25% ഇക്വിറ്റിയിലേക്കായിരിക്കും. അതുപോലെ 75 മുതൽ 90% ഡെറ്റിലേക്കും. സോ ഇവിടുത്തെ റിസ്ക് മോഡറേറ്റ് ആയിരിക്കും. ഇനി അടുത്ത് പ്യുവർ ഡെറ്റ് പ്ലാൻ ആണ്. അപ്പൊ ഇവിടെ 100% അലോക്കേഷൻ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിലേക്കാണ്, ലൈക്ക് ബോൺസ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഒക്കെ. സോ ഇവിടെ റിസ്ക് വളരെ കുറവായിരിക്കും. നിങ്ങൾ ഇവിടെ ഓർക്കുക, ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഒരു സിംഗിൾ പ്ലാൻ വഴി നിങ്ങളുടെ എല്ലാ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവും ഫുൾഫിൽ ചെയ്യണം എന്നുള്ളത് ഇവിടെ നിർബന്ധമില്ല. ഇപ്പം നമ്മളിവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റിട്ടയർഡ് ഇൻവെസ്റ്ററിന് ഒരു റെഗുലർ ക്യാഷ് ഫ്ലോ വേണമെങ്കിൽ പല ടൈം ഹൊറിസോണിലായിട്ട് പല സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം.
ഇപ്പം ഷോർട്ട് ടേം നീഡ്സിനായിട്ട്, അതായത് ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം വരെയുള്ള എക്സ്പെൻസിനായിട്ട് പണം നമുക്ക് പ്യുവർ ഡെറ്റ് പ്ലാനിലേക്ക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഇനിയിപ്പോൾ ഒരു മീഡിയം ടേം നീഡ്, അതായത് ഒരു 2 മുതൽ ഒരു 5 വർഷത്തേക്കാണെങ്കിൽ ഫണ്ടിന്റെ ഒരു പോർഷൻ നമുക്ക് കൺസർവേറ്റീവ് ഹൈബ്രിഡ് പ്ലാനിലേക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെയാണെങ്കിൽ പണം വളർന്നോളും. പിന്നെ നമുക്ക് എന്താണ് SWP വഴി വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ മന്ത്ലി ഡിവിഡൻസ് ആയിട്ട്. ഇനിയിപ്പം ലോങ് ടേം നീഡ്സ്, ഇനിയിപ്പോൾ ലോങ് ടേം മന്ത്ലി ഇൻകത്തിനായിട്ട് പണം അഗ്രസീവ് ഹൈബ്രിഡ് പ്ലാനിലേക്ക് അലോക്കേറ്റ് ചെയ്യാം. ഇപ്പൊ 4 മുതൽ 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, എന്നിട്ട് റെഗുലർ വിഡ്രോവൽസിനായിട്ട് ഉപയോഗിക്കാം നമുക്കിവിടെ. ഇനിയിപ്പോൾ ലോങ് ടേമിലേക്ക് വെൽത്ത് ക്രിയേഷൻ ആഗ്രഹിക്കുന്ന യങ് ഇൻവെസ്റ്റേഴ്സിന് പ്യുവർ ഇക്വിറ്റി പ്ലാൻസ് ഇവിടെ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടെ റിട്ടയർമെന്റ് സൊല്യൂഷൻ ഓറിയന്റഡ് ഫണ്ട്സ് പല ഓപ്ഷൻസ് നൽകുന്നുണ്ട്. സോ ഇവിടെ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നതിന് പകരം ഇൻവെസ്റ്റേഴ്സിന് അവരുടെ നീഡ്സ്, ഗോൾസ്, അതുപോലെ ടൈം ഹൊറിസോൺ അനുസരിച്ച് പ്ലാൻസിന്റെ ഒരു റൈറ്റ് മിക്സ് ഒക്കെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പ്യുവർ ഇക്വിറ്റി പ്ലാൻ ആവും നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഇൻഫ്ലേഷൻ അതിന്റെ ഒപ്പം ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 8 മുതൽ 9% ആവും. അപ്പൊ ഇത് മറികടക്കാനായിട്ട് ലോങ് ടേമിൽ ഒരു 12% അല്ലെങ്കിൽ അതിൽ കൂടുതൽ റിട്ടേൺസ് കിട്ടാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു അസറ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ആണ്. സോ നമുക്ക് വാല്യൂ റിസർച്ച് പ്രകാരം 5 സ്റ്റാർ റേറ്റഡ് ഫണ്ട്സ് നമുക്ക് നോക്കാം. ആദ്യത്തെ ഫണ്ട് വന്ന് HDFC റിട്ടയർമെന്റ് സേവിംഗ് ഫണ്ട് ഇക്വിറ്റി പ്ലാൻ ഡയറക്ട് ഗ്രോത്ത് ആണ്. 25 ഫെബ്രുവരി 2016 ഈ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്ത്. അതിൽ 30 നവംബർ 2025 പ്രകാരം ഫണ്ടിന്റെ AUM വരുന്നത് 7054 കോടിയാണ്. അപ്പൊ ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്ന മിസ്റ്റർ ശോഭിത് മെൽഹോത്ര, മിസ്റ്റർ അരുൺ അഗർവാൾ, മിസ്റ്റർ ശ്രീനിവാസൻ രാമൂർത്തി, അതുപോലെ മിസ് നന്ദിത മെനീസസ് ആണ്. ഇനി നമുക്ക് പോർട്ട്ഫോളിയോ നോക്കാം. ടോപ്പ് 5 സ്റ്റോക്സ് എന്ന് HDFC ബാങ്ക്, ICICI ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ആക്സിസ് ബാങ്ക്, അതുപോലെ മാരുതി സുസുക്കി ഇന്ത്യ ആണ്. അതിൽ ടോപ്പ് 5 സെക്ടേഴ്സ് വന്ന് ബാങ്ക്സ്, IT, ഓട്ടോമൊബൈൽ, ട്രാൻസ്പോർട്ട് സർവീസസ്, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ബയോടെക്നോളജി ആണ്. ഇനി നമുക്ക് ഈ ഒരു ഫണ്ട് ക്രിട്ടിക്കൽ റേഷ്യോസ് നോക്കാം. HDFC റിട്ടയർമെന്റ് സേവിംഗ് ഫണ്ട് ഇക്വിറ്റി പ്ലാൻ ഡയറക്ട് ഗ്രോത്ത് സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഇവിടെ വരുന്നത് 10.89%. അതേസമയത്ത് ഇവിടെ കാറ്റഗറി ആവറേജ് വരുന്നത് 12.92%. അപ്പൊ ഇതിന്റെ അർത്ഥം കോമ്പറ്റേറ്റേഴ്സിനെക്കാളും ഫണ്ടിന്റെ വോളറ്റിലിറ്റി ഇവിടെ കുറവാണെന്നാണ്. അപ്പൊ ഈ ഒരു ഫണ്ട് ബീറ്റ് വരുന്നത് 0.81 അപ്പൊ ഇതിന്റെ അർത്ഥം ഫണ്ട് ബെഞ്ച് മാർക്കിനേക്കാളും വോളറ്റിലിറ്റി കുറവാണെന്നാണ്. ഇനി ഈ ഒരു ഫണ്ട് ഷാർപ്പ് റേഷ്യോ എന്ന് 1.08 അതായത് ഓരോ എക്സ്ട്രാ യൂണിറ്റ് റിസ്കിനും ഫണ്ടിയുടെ 1.08 ടൈംസ് എക്സ്ട്രാ റിട്ടേൺസ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പൊ ഈ ഒരു ഫണ്ട് സോർട്ടിനർ റേഷ്യോ വരുന്നു 1.61 അതായത് ഓരോ യൂണിറ്റ് ഡൗൺ സൈഡ് റിസ്കിനും ഫണ്ടിയുടെ 1.61 ടൈംസ് എക്സ്ട്രാ റിട്ടേൺസ് നേടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ഫണ്ട് ഒരു വർഷത്തിൽ കാറ്റഗറി ആവറേജിനും മറികടന്നിട്ടുണ്ട്. എന്നാൽ ബെഞ്ച് മാർക്ക് ഇവിടെ മറികടക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 3, 5 മുതൽ 7 വർഷം പീരീഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫണ്ടിന് ബെഞ്ച് മാർക്ക് മുതൽ കാറ്റഗറി ആവറേജ് രണ്ടിനും ഇവിടെ മറികടക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ സെക്കൻഡ് ഫണ്ട് നമുക്ക് നോക്കാം. അപ്പൊ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഫണ്ട് വന്ന് ICICI പ്രൊഡൻഷ്യൽ റിട്ടയർമെന്റ് ഫണ്ട് പ്യുവർ ഇക്വിറ്റി പ്ലാൻ ഡയറക്ട് ഗ്രോത്ത് ആണ്. ഇപ്പൊ 27 ഫെബ്രുവരി 2019 ഈ ഫണ്ട് ലോഞ്ച് ചെയ്ത്. 30 നവംബർ 2025 പ്രകാരം ഫണ്ടിന്റെ AUM വരുന്ന 1589 കോടിയാണ്. അതുപോലെ തന്നെ ഈ ഫണ്ട് മാനേജ് ചെയ്ത് മിസ്റ്റർ സംഗീത് ഗേദേനിയ, മിസ്റ്റർ ദാർഷിൽ ദേദിയ, അതിൽ മിസ്റ്റർ രോഹിത് ലഹോട്ടയാണ്. ഇനി നമുക്ക് ഫണ്ടിന്റെ പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ ടോപ്പ് 5 സ്റ്റോക്സ് വരുന്ന ഭാരതി എയർടെൽ, മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര, മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, UPL, അതിൽ അൾട്രാടെക് സിമെന്റ്സ് ആണ്. അതിൽ ടോപ്പ് 5 സെക്ടേഴ്സ് വന്ന് ക്യാപിറ്റൽ ഗുഡ്സ്, ഫൈനാൻഷ്യൽ സർവീസസ്, കെമിക്കൽസ്, മെറ്റൽസ് ആൻഡ് മൈനിങ്, അതിൽ ഓട്ടോമൊബൈൽ ആൻഡ് ഓട്ടോ കോമ്പോണൻസ് ആണ്. ഇനി നമുക്ക് ഫണ്ടിന്റെ ക്രിട്ടിക്കൽ റേഷ്യോസ് നമുക്ക് നോക്കാം. അപ്പോൾ 5 സ്റ്റാർ റേറ്റിംഗ് ലഭിക്കുന്നതിന്റെ മെയിൻ റീസൺ ഒന്ന് ക്രിട്ടിക്കൽ റേഷ്യോസ് ആണ്. അപ്പൊ ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡ് ഡിവിഷൻ നോക്കാം. അപ്പൊ സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ആവറേജ് റിട്ടേൺസ് ഫണ്ടിന്റെ റിട്ടേൺസ് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ റേഷ്യോ ആണ് ഇത്. അപ്പൊ സ്റ്റാൻഡേർഡ് ഡിവിഷൻ കൂടുതലാണെങ്കിൽ വോളറ്റിലിറ്റി കൂടുതലാണെന്നാണ് അതിന്റെ അർത്ഥം. ICICI പ്രൊഡൻഷ്യൽ റിട്ടയർമെന്റ് ഫണ്ട് പ്യുവർ ഇക്വിറ്റി പ്ലാൻ ഡയറക്ട് ഗ്രോത്ത് സ്റ്റാൻഡേർഡ് ഡിവിഷൻ വരുന്നത് 14.72%. അതേസമയത്ത് കാറ്റഗറി ആവറേജ് വരുന്നത് 12.92%. അപ്പൊ ഇതിന്റെ അർത്ഥം കോമ്പറ്റേറ്റേഴ്സിനെക്കാളും ഫണ്ടിന്റെ വോളറ്റിലിറ്റി ഇവിടെ കൂടുതലാണെന്നാണ്. ഈ അടുത്ത BT ആണ്. ഇപ്പൊ ബെഞ്ച് മാർക്കിന് വെച്ച് നോക്കുമ്പോൾ ഫണ്ടിന്റെ വോളറ്റിലിറ്റി മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് ഇത്. ഇപ്പം BT 1 കൂടുതലാണെങ്കിൽ ഫണ്ട് ബെഞ്ച് മാർക്കിനേക്കാളും കൂടുതൽ വോളറ്റൈൽ ആണെന്നാണ് ഇതിന്റെ അർത്ഥം. ഇനിയിപ്പം 1 കുറവാണെങ്കിൽ ഫണ്ട് ബെഞ്ച് മാർക്കിനേക്കാളും വോളറ്റിലിറ്റി കുറവാണെന്നാണ് അതിന്റെ അർത്ഥം. ഈ ഒരു ഫണ്ട് BT വരുന്നു 1.07 അപ്പൊ ഇതിന്റെ അർത്ഥം ഫണ്ട് അവരുടെ ബെഞ്ച് മാർക്കിനേക്കാളും കൂടുതൽ വോളറ്റൈൽ ആണെന്നാണ്. ഇനിയിപ്പം അടുത്ത വരുന്നത് ഷാർപ്പ് റേഷ്യോ ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് എക്സ്ട്രാ റിസ്കിന് ഫണ്ട് ഇവിടെ എത്ര എക്സ്ട്രാ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് ഇത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷാർപ്പ് റേഷ്യോ കൂടുതലാണെങ്കിൽ ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റ് റിട്ടേൺസ് എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഒരു ഫണ്ട് ഷാർപ്പ് റേഷ്യോ വരുന്നു 1.19 അതായത് ഓരോ എക്സ്ട്രാ യൂണിറ്റ് റിസ്കിനും ഫണ്ടിയുടെ 1.19 ടൈംസ് ഹയർ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് സോർട്ടിനോ റേഷ്യോ ആണ്. അപ്പൊ ഇത് ഒരു റിസ്ക് അഡ്ജസ്റ്റ് റിട്ടേൺസ് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ്. പക്ഷേ ഡൗൺ സൈഡ് റിസ്ക് മാത്രമേ ഇവിടെ കണക്കാക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഈ ഒരു റേഷ്യോസ് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുന്നതിന് പകരം ബെഞ്ച് മാർക്ക് അതിൽ കാറ്റഗറി പെർഫോമൻസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഫണ്ട് ഇപ്പൊ എത്രത്തോളം ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അണ്ടർ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ഈ ഫണ്ടിന്റെ റിട്ടേൺസ് ഒന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഫണ്ട് കഴിഞ്ഞ 1, 3 മുതൽ 5 വർഷ പീരീഡില് ബെഞ്ച് മാർക്ക് അതിൽ കാറ്റഗറി വലിയ മാർജിനിൽ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നോക്കാം, ടാക്സേഷൻ. അപ്പൊ ഇവിടെയാണ് മിക്ക ഇൻവെസ്റ്റേഴ്സും കൺഫ്യൂസ് ആകുന്നത്. അപ്പോൾ നമ്മൾ പ്യൂർ ഇക്വിറ്റി പ്ലാനിനെ പറ്റി സംസാരിക്കുമ്പോൾ അവരുടെ ടാക്സേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ ലോക്ക് ഇൻ പീരീഡ് ഉള്ളതുകൊണ്ട് തന്നെ 5 വർഷം പീരീഡിന് മുന്നേ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും സ്പെസിഫിക് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ വിഡ്രോ ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ സിനാരിയോ വരാനുള്ള ചാൻസ് എന്താണ്, വളരെ കുറവാണ്. അപ്പം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, ഓൾമോസ്റ്റ് ഇവിടെ ലോങ് ടേം ആയിട്ട് തന്നെ ഇവിടെ നിൽക്കും. അതായത് ഒരു ഫൈനാൻഷ്യലിൽ 1,25,000 കൂടുതലുള്ള ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഫ്രീ ആയിരിക്കും. അപ്പൊ ഇതിന്റെ മുകളിലേക്കുള്ളത് 12% ഇവിടെ ടാക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേറൊരു ഇമ്പോർട്ടന്റ് ഏരിയ നമുക്ക് നോക്കാനുണ്ട്, സെക്ഷൻ 80C ബെനിഫിറ്റിന്റെ കൺഫ്യൂഷൻ. അപ്പൊ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് കെയർഫുൾ ആയിരിക്കണം. കാരണം പല ആളുകളും വിചാരിക്കുന്നത് ഏതെങ്കിലും റിട്ടയർമെന്റ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടുമെന്നാണ്. അത് ശരിയല്ല. ഇൻകം ടാക്സ് ആക്ടില് സെക്ഷൻ 80C CBT, അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് നോട്ടിഫൈഡ് മ്യൂച്വൽ ഫണ്ട് സ്കീമിന് മാത്രമേ ടാക്സ് ഡിഡക്ഷൻ എലിജിബിൾ ആകുള്ളൂ. ഓൾ ടാക്സ് റെജിമിന്റെ കീഴിൽ സെക്ഷൻ 80C ഓവറോൾ ലിമിറ്റ് വരുന്നത് 1.5 ലക്ഷം രൂപയാണ്. അപ്പൊ ഇതിൽ വരുന്നതാണ് EPF, PPF, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, അതുപോലെ ELSS ഒക്കെയാണ്. HDFC റിട്ടയർമെന്റ് സേവിംഗ് ഫണ്ട് ഒരു നോട്ടിഫൈഡ് സ്കീമാണ്. അതിൽ സെക്ഷൻ 80C ബെനിഫിറ്റ് നൽകുന്നുണ്ട്. പക്ഷെ എല്ലാ റിട്ടയർമെന്റ് സ്കീമും നോട്ടിഫൈഡ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പൊ നിങ്ങൾ ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു പോയിന്റ് ഇവിടെ എന്തായാലും നോട്ട് ചെയ്യണം. സോ നമ്മളിപ്പം കണ്ട പോലെ റിട്ടയർമെന്റ് ഫണ്ട് വളരെ യൂസ്ഫുൾ ആണ്. പക്ഷെ അവർക്ക് ചില ഹിഡൻ ട്രാപ്സ് ഉണ്ടെന്നുള്ളത് മിക്ക ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വിട്ടു പോകാറുണ്ട്. ആദ്യത്തെ ട്രാപ്പ് വരുന്നത് എക്സിറ്റ് ലോട്ട് ട്രാപ്പ് ആണ്. അപ്പൊ നിങ്ങളിപ്പോൾ ലോക്ക് ഇൻ പീരീഡ് കംപ്ലീറ്റ് ചെയ്ത് വിഡ്രോ ചെയ്യുമ്പോൾ ചാർജ് ഇല്ലാതെ വിഡ്രോ ചെയ്യാന്നല്ല അതിന്റെ അർത്ഥം. ചില ഫണ്ടിന് ഏജ് ബേസ് എക്സിറ്റ് ലോഡ് ഉണ്ട്. അതായത് നിങ്ങളിപ്പം 5 വർഷത്തിൽ ലോക്ക് ഇൻ പീരീഡ് കംപ്ലീറ്റ് ചെയ്തു, പക്ഷെ സ്റ്റിൽ നിങ്ങളുടെ പ്രായം 60 താഴെയാണെങ്കിൽ വിഡ്രോളിന് മേലെ 1% എക്സിറ്റ് ലോഡ് ചാർജ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു റൂൾ ഉണ്ടായതിന്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ റിട്ടയർമെന്റ് കോർപ്പസ് റിട്ടയർമെന്റ് മുന്നേ നിങ്ങൾ ചെലവാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഹൊറിസോൺ ലോക്ക് ഇൻ പീരീഡ് അനുസരിച്ചാവരുത്, നിങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കണം അത് വരുന്നത്. ഇനി രണ്ടാമത്തെ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു റിട്ടയർമെന്റ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ഇവിടെ 5 വർഷത്തിൽ ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവും. 2 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾ കാണുവാണ് ബെഞ്ച് മാർക്കിനേക്കാൾ ഒരു 5 മുതൽ 6% കുറവ് പെർഫോമൻസ് ആണ് നൽകുന്നത്. അപ്പോൾ ഇതിപ്പോ ഒരു റെഗുലർ മ്യൂച്വൽ ഫണ്ട് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേറൊരു ബെറ്റർ ഫണ്ടിലേക്ക് മാറായിരുന്നു. പക്ഷേ റിട്ടയർമെന്റ് ഫണ്ടിൽ നിങ്ങൾ ഇവിടെ സ്റ്റക്ഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ പോലും പണം വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളിപ്പോൾ റിട്ടയർമെന്റ് ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ഫണ്ട് മാനേജേഴ്സിന്റെ ട്രാക്ക് റെക്കോർഡ് ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പൊ റിട്ടയർമെന്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 1 ടൈം ഇവന്റ് അല്ല, ഇതൊരു ലോങ് ടേം ജേർണിയാണ്. അപ്പൊ ശരിയായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ റിട്ടയർമെന്റ് സൊല്യൂഷൻ ഫണ്ട്സ് ഒരു പവർഫുൾ ടൂൾ ആണ്. അപ്പൊ നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് ഇപ്പം എഡ്യൂക്കേഷനായിട്ട് എഡ്യൂക്കേഷൻ ലോൺ നിങ്ങൾക്ക് കിട്ടും. ഒരു വീട് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോം ലോൺ എടുക്കാം. പക്ഷേ റിട്ടയർമെന്റ് എക്സ്പെൻസിനായിട്ട് ഒരു ബാങ്ക് നിങ്ങൾക്ക് ലോൺ തരാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്ത് തുടങ്ങുക. അപ്പൊ ഇന്ന് തന്നെ നിങ്ങളുടെ ഭാവി ഭദ്രമാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ സ്റ്റൈലായിട്ട് നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാം. പിന്നെ നിങ്ങൾ ഓർക്കുക, ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ റിസ്ക് ലെവലും ഇൻവെസ്റ്റ്മെന്റ് ഡ്യൂറേഷനും അത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.